ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ഇതിന് മേലെ ഒരു തീരുമാനമായിട്ട് അടുത്തത്. ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 2 ഓഫ് മീശപ്പുലിമല ട്രക്കിംഗ്. അപ്പൊ നമ്മൾ എവിടെയാണ് പോകുന്നത്? ഇതറിയാണ്ട് നീല് പറയുന്ന പോലെ നമ്മൾ ആദ്യം സൺറൈസ് കാണാൻ പോകും. കാലത്ത് റോഡോ മെൻഷൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇനി സൺറൈസ് കാണാൻ പോവുകയാണ്. ഓക്കെ, അറിയാൻ പാടില്ല സാറേ. സണ്ണടെ മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യണത് കാണണം എന്ന് പറഞ്ഞിട്ട് ഓടി ഓടി പോകുന്ന നീലു, കൂടെ ഒരു പറ്റം യുവാക്കളും ഒരു അമ്മൂമ്മ. അങ്ങനെ പേടിക്കലേ സൺറൈസ് കാണാൻ നിൽക്കുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ മഴക്കാർ പോലെ എന്തോ ഒരു സാധനം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ എവിടെയാണ് സൂര്യനാണ് പറഞ്ഞേക്കുന്നത്. കാറ്റടിച്ച് ഇവിടെ വീണ്ടും എല്ലാം കാണാതായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മഞ്ഞല്ലോ. സൺറൈസ് പോയിന്റിലേക്ക് വെള്ളം ചോദിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. മലയുടെ സൈഡിൽ കൂടെ ഒരു ലൈറ്റൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. സൂര്യൻ സാർ വരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗായ്സ്, സൂര്യൻ വന്നതിന് ശേഷം വീണ്ടും റെസ്റ്റ് എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് തണുപ്പും കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടി. കാണാൻ അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിന്ന് ആശനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കെയറിങ് ആയിട്ടായി കെയർ ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നുണ്ട്. പോകേണ്ട സ്ഥലം ഇപ്പോഴും കാണാനില്ല. ദിസ് ഈസ് കോൾഡ് മീശപ്പുല്ല്. അങ്ങനെ നമ്മൾ ഒരു മല കയറി ഇറങ്ങി. ഇതാ ചെക്ക് ഡാം എന്ന് പറയുന്നത്. ഇതാണ് മറ്റേ ആനയ്ക്കൊക്കെ എന്താ വെള്ളം കുടിക്കാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തൊക്കെ പരിപാടിയാണ്. അവിടെ ഒരു അതിൻ്റെ ഉള്ളിൽ പോണ്ട് പോലെ കണ്ടില്ലേ, അവിടെ ആന വെള്ളം കുടിക്കാൻ വരുമെന്നാണ് പറഞ്ഞു കേട്ടത്. കൂടുതൽ വിവരങ്ങൾക്കായി കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടുക. വാട്ടർ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സച്ചിൻ സോളമനോടെ ഓരോരുത്തരായിട്ട് ചാട്ടി കടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതോ പൈപ്പ് പൊട്ടി വരുന്ന വെള്ളം കുടിവെള്ളമാണെന്ന് പറഞ്ഞ് പറ്റിച്ചോ ഗൈഡാണെന്ന് പറഞ്ഞ് ആൾക്കാരെ കൊണ്ട് മല കയറണം. ഒരുപാട് സമയത്തിന് ശേഷം നമ്മൾ വന്ന വഴികളെല്ലാം ദൃശ്യമായി തുടങ്ങി. ഇത്രയും നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞു ഇതിന് മേലെ നിന്ന്. ഇനിത് ഈ മല കയറിയാൽ ഒരു തീരുമാനമായിട്ട് അടുത്ത് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ നടന്ന് നമ്മൾ ഒരു മിഡ് പോർഷനിലെത്തിയ പോലെയുണ്ട്. നമ്മൾ നടന്നു വന്ന വഴികളാണ്. 3 മലകൾ താണ്ടി എല്ലാം താണ്ടി ഇവിടെ ക്ഷീണിച്ചിരിക്കുന്ന. ഇനി നമുക്ക് കയറേണ്ടത് ഇവനെ, അത് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അവനെ.
നീ എന്ത് തേങ്ങടി പറയണേ? ആണല്ലേ? ഇല്ല, അതായത് ആദ്യത്തെ മലയാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കേറാൻ. ആ മല ഇറങ്ങാനും ബുദ്ധിമുട്ടുണ്ടായില്ലേ? വലിയ മല കയറിയല്ല നിനക്ക് സൺറൈസ് ഒന്നേ കാണാൻ പറ്റുള്ള. അതാണ് അതിന്റെ കാര്യം. ഇവിടെ കുറെ ആളുകൾ നടന്നു പോകുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. എനിക്ക് വേണ്ടത് ഈ സാധനം. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മീശപ്പുലിമല. ആ ഒരു മൂടല്ല വേണ്ടത്. ആ മൂട് എനിക്ക് പറ്റും, പക്ഷെ നമ്മളങ്ങനെ ചെയ്യില്ല. കാരണം അതുകൊണ്ടാ ബാക്കിൽ വരണുണ്ട്. കണ്ടോ? യെസ്, ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി ഓൾമോസ്റ്റ് കാണാതായിട്ടുണ്ട്. എവിടെ പോകണമെന്ന് ഇവിടുത്തില്ല. എന്നാലും ഒരാളുകളെ കണ്ട് കണ്ട് നമുക്ക് പോവാം. വിഷുപുലിയിൽ മഞ്ഞ് പെയ്യുണ്ടോ? പെയ്യുണ്ടോ? പെയ്യുണ്ട്. ഗായ്സ്, എന്താ പെയ്യണേ? മഞ്ഞാ പെയ്യണേ? ഏകദേശം എത്തിയെന്നൊരു വിശ്വാസം വരുത്തുന്നുണ്ട്. ആ രീതിയിലാണ് കയറിപ്പോകുന്നത്. അധികമൊന്നും കാണാനില്ല. നമ്മൾ കുറേ നടന്നു, ഏറ്റവും മേലെത്തിയ പോലെ തോന്നി. പക്ഷെ ഇപ്പോഴും നമ്മൾ പാതി വഴിയിൽ എവിടെയാണ്. ഒപ്പമുള്ളവരെ ശരിക്കും പറഞ്ഞാൽ കാണാനില്ല. ഒരു വഴി മാത്രം കാണാനുണ്ട്. അത് നോക്കി വീണ്ടും പോവാണ്. എത്തുമെന്ന് തോന്നും, പക്ഷെ എത്തില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നൈസ്. അവിടെ ഷാറുഖ് ഖാൻ പഠിക്കാൻ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. ഇതിനെ ആസ്വദിക്കാൻ പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇല്ലാണ്ടായി. എല്ലാരും വന്നേ. ആ വീഡിയോ കനത്ത കാറ്റിൽ യാത്ര ചെയ്യാൻ പറ്റാണ്ട് നമ്മളങ്ങനെ മേലേക്ക് എത്തിയിരിക്കുക. Yes. മീശപ്പുലിമല ട്രക്കിംഗ് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പീരിയൻസ് പറയാൻ പോലും ഒരാള് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഈ വഴിയിലൂടെ വേണം ഇറങ്ങിപ്പോകാൻ. വിസ്മയുടെ മീശപ്പുലിമലയിൽ മഞ്ഞ് വീണ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ. അവരത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ക്യാരറ്റ് നിന്നുകൊണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങി പാതി വഴി എത്തി, ഇനിയും പോകാനുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങൾ വന്നത് ഈ പീക്കിൽ നിന്നാണ്. അതിൻ്റെ മുകളിൽ ആക്ച്വലി ഇപ്പോഴും ആളുകൾ നിൽക്കുന്നുണ്ട്. ഇത്രയൊക്കെ സൂം ചെയ്താ കണ്ട ആൾക്കാർ നിൽക്കുന്നുണ്ട. അവരിനി നമ്മുടെ ഒപ്പം ഇതുവരെ എത്തണം. എന്താല്ലേ
ഗായ്സ്, അങ്ങനെ ഞങ്ങൾ മീശപ്പുലിമല ട്രക്ക് കഴിഞ്ഞു സക്സസ്ഫുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയാം, അഭിപ്രായം പറയാം.